ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻ്റാണ്, അതും സ്കാൽപ്പിങ്ങിൽ വന്നത്. സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 14th ജൂലൈയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് നമുക്ക് ബൈ ട്രേഡ് പോയതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പോയത്. മോർണിംഗിൽ സെൽ ഇൻഡിക്കേഷൻ വന്നെങ്കിലും 5 മിനിറ്റ്സിൽ സോഫ്റ്റ് കൺഫർമേഷൻ കിട്ടാതെ മാർക്കറ്റ് തിരിച്ചു കയറുക തന്നെയായിരുന്നു. ബൈ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. 11:40 നമുക്ക് ബൈ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് എൻട്രി ടാർഗറ്റുകൾ തന്നിട്ടുണ്ട്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. നമുക്ക് 140 പോയിന്റുള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. എഗെയിൻ മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട്. റീ എൻട്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കുകയാണ്. 7600 CE സൈഡിൽ നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറസി. 5 സ്കാൽപ്പിംഗ് ആണ്. 5 മിനിറ്റ്സ് നമുക്ക് ചെറിയ ട്രേഡുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 മിനിറ്റ്സിൽ നമുക്ക് ആ ഒരു സമയത്ത് അപ്രോക്സിമേറ്റ് 245 എൻട്രി എടുത്ത് നല്ല റിട്ടേൺസ് പോയി 349 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. എഗെയിൻ ഇപ്പോൾ ഒരു സെൽ ഇൻഡിക്കേഷൻ തിരിച്ച് മാർക്കറ്റ് എഗെയിൻ കയറുന്നു. നല്ലൊരു ട്രേഡായിരുന്നു. അത് 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഇന്നലെ 61 തന്ന ട്രേഡ് 61 ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 350 ആണ്. നല്ലൊരു ഇൻഡിക്കേഷൻ. ഈ 289 പോയിന്റ്സ് ലാപ്റ്റിൻ്റെ കയറി നിൽക്കണം. നല്ലൊരു ട്രേഡായിരുന്നു. ഇന്നത്തെ നമുക്ക് റിട്രേസ്മെൻറ്റ് കാരണം 50 മിനിറ്റ്സ് കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയതാണ്. നമുക്ക് ആ തുടർന്ന് കണ്ടിന്യൂവേഷൻ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറുമായിരുന്നു. അവിടുന്ന് 293 നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറിയത് നല്ലൊരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. നല്ലൊരു ഇപ്പോഴും മാർക്കറ്റ് ബൈ തന്നെ ഇൻഡിക്കേഷൻ ഹോൾഡ് ചെയ്യുകയാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ താഴത്തെ ഗ്രീൻ കാൻഡിൽ കളറും താഴത്തെ ബാർ കളറും ഒക്കെ നമുക്ക് ഗ്രീനാണ്, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വെർഷൻ 8.1. ഇതിൽ നമുക്ക് ക്രൂഡ് ഓയിൽ കുറച്ചുകൂടെ ആക്യുറസി ആയിട്ടുള്ള ടൈം ഫ്രെയിം 15 ആണ്. 5 നമുക്ക് സ്കാൽപ്പിംഗ് ആണ്. 15 നോക്കുകയാണെങ്കിൽ നമുക്ക് തലേദിവസം വന്ന് സെല്ലിൻ്റെ ബൈയുടെ കണ്ടിന്യൂവേഷൻ ആണ് പോയിരിക്കുന്നത്. ബൈ സിഗ്നൽ ലേറ്റസ്റ്റ് ആയിട്ട് ബൈ കിട്ടിയിരിക്കണം. നമുക്ക് ഇന്നലെ 13-ാം തീയതി നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് 5:45 സമയത്താണ് കിട്ടിയത്. സിഗ്നൽ വന്ന സമയത്ത് താഴത്തെ ഗ്രീൻ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് ക്യാൻഡിൽ ഓറഞ്ച് ആയിരുന്നു. പക്ഷേ ഗ്രീൻ കളർ വന്നെങ്കിലും താഴത്തെ ബാർക്കുകൾ ഒരുമിച്ച് കൺഫേം പിന്നെ ബ്രേക്ക് ഔട്ട് പോയി അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇന്നും അതേ സിഗ്നൽ കണ്ടിന്യൂ ആണ്. 15 റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് കയറുമായിരുന്നു. സിഗ്നൽ പ്രകാരം നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. 688 പോയിന്റ്സുള്ള അപ് ട്രെൻഡിലാണ്. ഇപ്പോഴും മാർക്കറ്റ് ബൈ സൈഡ് തന്നെയാണ്. ഇപ്പോൾ 5 നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നമുക്ക് മോർണിംഗിൽ ആ ഒരു ഡൗൺ സൈഡ് അവിടെ തന്നെങ്കിലും താഴത്തെ ബാർ കളർ പ്രകാരം അത് ഗ്രീൻ തന്നെ ആയതുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് ബൈ അവിടെ കിട്ടി. 11:40 അവിടെ നിന്ന് എൻട്രി ടാർഗറ്റ് തന്നു. ലാസ്റ്റത്തെ സിഗ്നൽ പ്രകാരം അപ്രോക്സിമേറ്റ് 122 പോയിന്റ്സോളം നമുക്ക് ബൈ ട്രേഡിലാണ്. നല്ലൊരു ഇൻഡിക്കേഷൻ, നല്ല 3 ടാർഗറ്റും നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കളർ നമുക്ക് സൈഡ് വേസ് ആണ്. സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകണ കളർ ചേഞ്ച് നമുക്ക് അവിടെ തരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാൻ പറ്റും. അതിൽ ഓറഞ്ച് കളർ, വൈറ്റ് കളർ, ഹോളോ ക്യാൻഡിൽസ് അങ്ങനെ എക്സ്ട്രാ കളർ വരുന്ന സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആണ്. ഇപ്പോൾ താഴത്തെ ബാർ കളർ ഗ്രീനാണ് മാർക്കറ്റ് ബൈ സൈഡിന്. ഇപ്പോൾ കളർ ചേഞ്ച് വന്ന് എക്സിറ്റ് ചെയ്ത് വിട്ട് തിരിച്ച് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെയും എഗെയിൻ മാർക്കറ്റ് തിരിച്ച് ബൈ സൈഡിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് റീ എൻട്രി സജഷൻ ഇവിടെ തരാം. റീ എൻട്രിയിൽ നമുക്ക് ട്രേഡ് എടുക്കാം. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വെർഷൻ 8.1. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് വെർഷൻ അടക്കം ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജി ഉണ്ട്. ക്യാൻഡിൽ സ്റ്റിക്ക്, ബാർ ചാർട്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.